ഹായ് നോക്കൂ, നമ്മുടെ പളനി വിശന്ന് തലയും കറങ്ങിയിരിക്കുന്നത് കണ്ടോ. ഇതാ ഞാൻ അങ്ങോട്ട് കൊണ്ട് ചെല്ലുകയാണ്. നമ്മളെ ചിക്കൻ ബിരിയാണിയാണ് ചെറുക്കന് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ആഹാ, ചെറുക്കൻ കണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഒരു ബഹളം തന്നെയാണല്ലോ. എന്താ ചെയ്യുക, ഈ തറയിലൊന്നും ഇടാൻ പറ്റില്ല, മൊത്തത്തിൽ മണ്ണാക്കും. അവൻ്റെ കൂടെയുള്ള പെങ്കൊച്ചും കൂടെ വന്നിട്ടുണ്ടേ. ഇവൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തപ്പോഴേ അവൾ കഴിച്ചില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് വൈകിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 4:30-5 മണിക്ക് വെളി വന്നതാണ്. പെങ്കൊച്ച് വന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എല്ലാവരും കൊണ്ട് കൊടുക്കുന്നതാണ് ഇവിടെയാണ് കേട്ടോ. നമുക്കിവിടെ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം. ഇതാ എല്ലാം ചിക്കനാണ്. ബിരിയാണി ചിക്കൻ്റെ പീസാണ് കേട്ടോ. ദം ബിരിയാണിയുടെ ചിക്കൻ്റെ പീസാണ്. ഈ പിള്ളേർക്ക് കഴിക്കാൻ വയ്യാത്ത കുറവാണല്ലോ. നമ്മുടെ ചെറുക്കൻ നായകൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവൻ കരഞ്ഞൊക്കെ മേടിച്ച് കഴിക്കാൻ എടുക്കാനാണ്. ഈ പെങ്കൊച്ചാണെങ്കിൽ അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടാവില്ല. അവൾ കൊടുക്കുന്നത് എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് അവൾക്ക് വേണ്ടായിരുന്നു. ഇപ്പോഴത്തെ നല്ല വിശപ്പായിട്ടുണ്ട്. അവളെ കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആഹാരം ചോദിച്ചു. അങ്ങനെ അവൾ തട്ടി വിടുന്നുണ്ട്. പളനി ഇപ്പം നല്ല കറക്കമാണ്. വലിയ ചെറുക്കനൊക്കെയായി വരികയല്ലേ. ലൈനടിക്കാനൊക്കെ അവൻ പോകുന്നുണ്ട്. അങ്ങനെ ചെറുക്കനെ ഞാൻ കണ്ടു ലൈനൊക്കെ അടിച്ചവിടെ നിൽക്കുന്നത്. ഇവനുണ്ടായിരുന്നു, ഇവൻ്റെ കൂടെ ഉള്ള ഒരുത്തനുണ്ടായിരുന്നു. വായി നോക്കാൻ പോയിട്ട് വിശന്ന് കറങ്ങി തലയും പുകഞ്ഞിരുന്നപ്പോഴാണ് മാമ കൊണ്ടുവരുന്നതേ. ആ ഒരു സ്നേഹത്തോടെ കഴിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. രണ്ടുപേരും നല്ല ആക്രാന്തത്തോടെ കഴിക്കുകയാണല്ലോ, പട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട്. ഇതാ നമ്മുടെ ചെറുക്കനെ കുറച്ച് കൊതി കൂടുതലാണ്. അവൾ കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഇവന് അത് കഴിച്ച് തീർക്കണം എന്നൊരിതാണ്. അവൾ പെട്ടെന്ന് കഴിക്കണോ. മാമനെ കണ്ടാൽ തന്നെ വിളിച്ചു നിൽക്കും നമ്മുടെ പളനിയെ. എന്തെങ്കിലും കൊടുക്കുമെന്നറിയാം. അതുകൊണ്ട് ചെറുക്കൻ്റെ വീടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കൊണ്ട് പോവാതെ ഒന്നും നടക്കില്ല കേട്ടോ. അവൻ നല്ല വിളിയോട് വിളിയാണ്. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് മനസ്സറിഞ്ഞ് കഴിക്കണമെങ്കിൽ മാമനൊരു വെള്ളിയാഴ്ച വരണം. അന്നേ ലീവ് കാണുള്ളൂ. അന്നേ കൊടുക്കാനും പറ്റും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ അവരെന്താണ് കഴിക്കണമെന്ന് ഒരു പിടുത്തവുമില്ല. ആരെങ്കിലും എന്തും കൊടുക്കും. അതുപോലെ തന്നെ രാത്രി കൊണ്ടുവന്ന് ഇടയ്ക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് ഞാൻ. പലപ്പോഴും അവന്മാരെ കാണാനില്ല. ആഹാരത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും. പോയിട്ട് ഈ ഭാഗത്ത് തന്നെ വരും കേട്ടോ. ഈ കാണുന്ന കേബിൻ്റെ അവിടെയാണ് അവർ കിടക്കുന്നതും. വേറെ അങ്ങോട്ട് മാറിപ്പോകത്തില്ല. അങ്ങനെയുള്ള പളനിയും അവൻ്റെ കൂടെ ഉള്ളതുമാണ്. നല്ല സ്നേഹമാണെന്നാലും ആഹാരത്തിനോട് അവളോട് കുറച്ച് ശത്രുത കാണിക്കുമെങ്കിലും അവന് സ്നേഹമൊക്കെ ഉണ്ട്. ഇതാ അവ ഒരുപാട് കഴിച്ചു കേട്ടോ. ഇനി ഒരു പീസും കൂടെ അങ്ങോട്ട് കൊടുക്കാം. ഇത് നല്ല ദം ബിരിയാണിയുടെ ചിക്കൻ പീസാണ് ഞാൻ ഈ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എത്ര മാസം ഇവിടെ ജോലി ഉണ്ടാവുമെന്നറിയില്ല. ജോലി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയാൽ ഇവർക്ക് കൊടുക്കാനോ ഇവരെ കാണാനോ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉള്ള മാസങ്ങളോളം എന്ത് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. മിണ്ടാപ്രാണികൾക്ക് കൊടുത്താൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കുന്നത്. വെള്ളിയാഴ്ച ഒരു ദിവസം വന്നാൽ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കും. പളനിയോട് വളരെ ഇഷ്ടമാണ് മാമന്, അതുപോലെ പളനിക്കും കേട്ടോ എന്നും പറഞ്ഞ് കൂടെ ഉള്ള പെങ്കൊച്ചും അങ്ങനെ തന്നെയാണ്. നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ സന്തോഷത്തോടെ കഴിച്ചവരുടെ വയറൊക്കെ നിറഞ്ഞ് കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന ആ കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മളുടെ മനസ്സ് വളരെ നിറയും കേട്ടോ. അത്ര സന്തോഷമായിട്ടാണ്. കഴിച്ചു കഴിഞ്ഞിട്ടേ നമ്മളെ നോക്കിയിട്ടൊരു സ്നേഹം കാണിപ്പുണ്ട്. ഹോ, അത് പറയേണ്ടതില്ല കേട്ടോ. അത്ര ഒരു സ്നേഹത്തോടെയാണ് വന്ന് നമ്മളടുത്തേക്ക് വന്ന് ഒരുമിയൊക്കെ നിൽക്കുന്നത്. അതാണ് ഈ പിള്ളേരുടെ, ഈ മിണ്ടാപ്രാണികൾക്ക് അങ്ങനെയുള്ള സ്നേഹമാണ് കൂടുതലുള്ളത്. അവർക്ക് അങ്ങനെ സ്നേഹം കാണിക്കാൻ അറിയാൻ പറ്റും. എന്തായാലും പെൺകുട്ടി കഴിച്ചു മതിയാക്കി. അവളിതാ ഇനി അടുത്ത മാമനോടൊരു ചെറിയ സ്നേഹം കാണിക്കാൻ വന്ന് നിൽക്കുകയാണ്. നമ്മളെ ചെറുക്കനാണെങ്കിലേ രണ്ടിലേതെങ്കിലും ഒന്ന് അറിഞ്ഞ് അവൻ പിന്മാറും എന്നും പറഞ്ഞ് അവിടെ തട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ പറയാൻ ഈ വെള്ളിയാഴ്ചയും പിള്ളേർക്ക് വയറു നിറച്ച് കൊടുക്കാൻ പറ്റി. ഇനി അടുത്തൊരു വെള്ളിയാഴ്ച എന്താണെന്നറിയില്ല. ഇതാ നമ്മുടെ ചെറുക്കൻ്റെ വേലത്തരങ്ങൾ കണ്ടോ. അതുപോലെ ഇന്നും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റി. അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിള്ളേരൊക്കെ വയറു നിറച്ച് കഴിക്കട്ടെ. പളനിയോടും അവളുടെ കൂടെ ഉള്ളതിനോടും ബബായി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ. ബപ്പ.